നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ സെൻട്രൽ ജയിലിലെ കുത്തഴിഞ്ഞ സംവിധാനങ്ങളിലേക്ക് വിരൽ ചൂണ്ടി ഗോവിന്ദച്ചാമിയുടെ മൊഴിയും പറഞ്ഞിരിക്കുന്നത് ചെറിയ കാര്യമല്ല. ഇതിനു മുൻപും പല കുറ്റവാളികളും ആരോപിച്ചിട്ടുള്ള ചർച്ചയായിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് കഞ്ചാവും ലഹരി വസ്തുക്കളും കണ്ണൂർ ജയിലിനുള്ളിൽ സുലഭമെന്ന് ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിയുടെ മൊഴി. പുറത്തേക്ക് ഫോൺ വിളിക്കാൻ ജയിലിൽ സൗകര്യമുണ്ട്, എല്ലാത്തിനും പണം നൽകണം. ജയിലിനുള്ളിലെ ലഹരി വിതരണക്കാരുടെ വിവരങ്ങളും ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിൽ ഗോവിന്ദച്ചാമി പോലീസിന് മുന്നിൽ വെളിപ്പെടുത്തിയതായാണ് വിവരം. ഫോൺ വിളിക്കാനും സൗകര്യമുണ്ടെന്ന് ഗോവിന്ദച്ചാമി മൊഴി നൽകിയിട്ടുണ്ട്. ഇതിനു മുൻപ് TP വധക്കേസിലെ പ്രതികളെ അടക്കം പാർപ്പിച്ചിരിക്കുന്ന ജയിലിൽ ലഹരി എത്തുന്നുവെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇതൊക്കെ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് ഇപ്പോൾ ഗോവിന്ദച്ചാമിയും. അതായത് കൊടും ക്രിമിനലുകൾ ശിക്ഷ അനുഭവിക്കുന്ന ജയിലിനുള്ളിലാണ് ഇവർക്ക് സുലഭമായി ലഹരി എത്തുന്നത്. എങ്ങനെയാണ് ഇത്രയേറെ പോലീസ് കാവൽ നിൽക്കുന്ന ജയിലിനുള്ളിലേക്ക് ഈ കൊടും ക്രിമിനലുകളുടെ സെല്ലിനുള്ളിലേക്ക് ലഹരി എത്തുന്നതും അവർ അത് അവിടെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഉപയോഗിക്കുന്നതും? ഇതൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള അനാസ്ഥയുടെ ഭാഗം തന്നെയെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഇതിനു മുൻപും പലപ്പോഴും പല പുറത്തിറങ്ങിയിട്ടുള്ള കുറ്റവാളികൾ അടക്കം പറഞ്ഞിട്ടുണ്ട്, വലിയ പിടിപാടുള്ള അതിനുള്ളിൽ ജീവിക്കുന്ന പ്രതികൾക്ക് വളരെ വലിയ ആഡംബരത്തോടു കൂടിയിട്ടുള്ള അല്ലെങ്കിൽ അവരെ സേവിക്കുന്നവരായിട്ടാണ് പോലീസ് അവിടെ ജീവിക്കുന്നത്. അവർക്ക് എല്ലാ സൗകര്യങ്ങളും അവരുടെ സെല്ലിനുള്ളിൽ ലഭിക്കുന്നു. യൂണിഫോം ധരിക്കേണ്ടി വരുന്നില്ല. മാത്രമല്ല, ഇഷ്ടപ്പെട്ട ഭക്ഷണം അല്ലെങ്കിൽ മറ്റുള്ള ഫോൺ വിളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ അവിടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴായിട്ടും പുറത്തു വന്നിട്ടുള്ള മൊഴിയാണ്. ഇവിടെ എല്ലാത്തിനും നമ്പർ 1 എന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മുടെ സർക്കാർ എങ്ങനെയാണ് ഇത്തരം കൊടും ക്രിമിനലുകൾ, ഇവിടും കൊടും ക്രിമിനൽ തന്നെയാണ് മൊഴി നൽകിയിരിക്കുന്നത്, ഇത് അങ്ങേയറ്റം നമ്മുടെ സിസ്റ്റത്തിന്റെ നാണക്കേട് തന്നെയെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനായിട്ട് സാധിക്കും. അതേസമയം ജയിൽ ചാടാൻ ആരുടെയും സഹായം ലഭിച്ചില്ലെന്നും ഗോവിന്ദച്ചാമി വ്യക്തമാക്കിയിട്ടുണ്ട്. അതീവ സുരക്ഷയുള്ള കണ്ണൂർ ജയിലിൽ നിന്ന് ഇന്നലെ പുലർച്ചെയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. പിടികൂടിയ ശേഷം ഇന്നലെ വൈകിട്ടോടെ ജയിലിലേക്ക് തന്നെ എത്തിച്ചിരുന്നു. സുരക്ഷാ വീഴ്ചയുണ്ടായ പശ്ചാത്തലത്തിൽ 4 ഉദ്യോഗസ്ഥരെ ജയിൽ വകുപ്പ് സസ്പെൻഡും ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ജയിലിനകത്തെ ഇലക്ട്രിക് ഫെൻസിംഗും CCTVകളും പ്രവർത്തനക്ഷമമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും പരിശോധനകൾ തുടരുകയാണ്. ജയിലിൽ ഇന്നലെ രാവിലെ നടത്തിയ പരിശോധനയിലും തടവുകാരെല്ലാം മഴയ്ക്കുള്ളിലുണ്ടെന്നാണ് ഗാർഡ് ഓഫീസർക്ക് ലഭിച്ച റിപ്പോർട്ട്. മതിലിലെ തുണി കണ്ട ശേഷമാണ് ആരോ ജയിൽ ചാടിയെന്നറിഞ്ഞത്. വീണ്ടും പരിശോധിച്ചപ്പോഴാണ് ഗോവിന്ദച്ചാമിയാണ് ചാടിയതെന്ന് അറിഞ്ഞത്. ജയിൽ ചാടാനുള്ള തയ്യാറെടുപ്പുകളെ കുറിച്ചും ഗോവിന്ദച്ചാമി പോലീസിനോട് വിശദീകരിച്ചു. ഗോവിന്ദച്ചാമി ജയിലിൽ വെച്ചാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. 8 മാസം മുമ്പാണ് ജയിലിന്റെ കമ്പി മുറിച്ച് തുടങ്ങിയതെന്ന് ഗോവിന്ദച്ചാമി വ്യക്തമാക്കി. ഒരിക്കലും പുറത്തിറങ്ങില്ല എന്ന് കരുതിയതിനാലാണ് ജയിൽ ചാടിയതെന്നും ഗോവിന്ദച്ചാമി ഉദ്യോഗസ്ഥരോട് വിശദീകരിച്ചു. ജയിലിലെ മറ്റ് 5 തടവുകാർക്ക് കൂടി ഗോവിന്ദച്ചാമി ജയിൽ ചാടുമെന്ന വിവരം അറിയാമായിരുന്നു. പക്ഷെ ഇന്നലെ ജയിൽ ചാടുമെന്ന കാര്യം ഇവർക്ക് അറിയില്ലായിരുന്നുവെന്നാണ് ഗോവിന്ദച്ചാമി വിശദീകരിച്ചത്. മറ്റു തടവുകാർ ജയിൽ ചാടുന്നതിന് ഗോവിന്ദച്ചാമിയെ പ്രോത്സാഹിപ്പിച്ചു. ജയിൽ ചാടിയാൽ ശിക്ഷ വെറും 6 മാസം എന്ന് ആരോ പറഞ്ഞു കൊടുത്തുവെന്നും ഗോവിന്ദച്ചാമി ഉദ്യോഗസ്ഥരോട് മൊഴി നൽകിയിട്ടുണ്ട്. ഹാക്സോ ബ്ലേഡ് അന്തേവാസിയിൽ നിന്നാണ് ലഭിച്ചതെന്നും ഗോവിന്ദച്ചാമി മൊഴി നൽകിയിരുന്നു. ജയിൽ മോചിതരായവരുടെ തുണികൾ ശേഖരിച്ച് വടമുണ്ടാക്കി. ഫെൻസിംഗിന്റെ തൂണിൽ കുരുക്കിട്ട് തുണി കൊണ്ടുണ്ടാക്കിയ വടത്തിലൂടെ മുകളിൽ കയറി. തിരിച്ചിറങ്ങാനും തുണി കൊണ്ടുണ്ടാക്കിയ വടം ഉപയോഗിച്ചതായും ഗോവിന്ദച്ചാമി മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം ജയിൽ ചാടിയ ബലാത്സംഗ കേസ് പ്രതി ഗോവിന്ദച്ചാമിയെ വിയ്യൂർ ജയിലിലേക്ക് മാറ്റുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് 7 മണിയോടെ ജയിൽ മാറ്റിയത്. കനത്ത സുരക്ഷയിലാണ് വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് ഇയാളെ മാറ്റുന്നത്. അതീവ സുരക്ഷയുള്ള കണ്ണൂർ ജയിലിൽ നിന്നും ഇന്നലെ പുലർച്ചെയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. അതിനുശേഷം അതേ ജയിലിലേക്ക് തന്നെ തിരിച്ചെത്തിച്ചിരുന്നു. സുരക്ഷാ വീഴ്ചയുണ്ടായ പശ്ചാത്തലത്തിൽ വീണ്ടും സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സെൻട്രൽ ജയിലിനകത്ത് ഇലക്ട്രിക് ഫെൻസിംഗും CCTVകളൊക്കെ തന്നെ പ്രവർത്തനക്ഷമമാണോ എന്നതുൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇയാളെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചിട്ട് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ജയിൽ ചാടിയ ശേഷം കേരളം വിടാൻ പദ്ധതിയിട്ടിരുന്നെന്നാണ് ഗോവിന്ദച്ചാമി പോലീസിന് നൽകിയ മൊഴി. സംസ്ഥാനം വിടാനായിരുന്നു പദ്ധതിയെന്നും മോഷണം നടത്തി പണം കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യമെന്നും ഗോവിന്ദച്ചാമി മൊഴി നൽകി. 1.5 മാസത്തെ ആസൂത്രണത്തിനൊടുവിലാണ് ജയിൽ ചാടിയതെന്നും പാത്രങ്ങളും ഡ്രമ്മും ഉപയോഗിച്ചാണ് മതിലിന് മുകളിലേക്ക് കയറിയതെന്നും ഗോവിന്ദച്ചാമി പോലീസിനോട് പറഞ്ഞു.
ഇന്നലെ പുലർച്ചെ 1:30 ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ 10:30 പോലീസ് കണ്ടെത്തിയത്. തളാപ്പിലെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിനുള്ളിൽ നിന്നായിരുന്നു ഇയാളെ കണ്ടെത്തിയത്. കിണറ്റിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഗോവിന്ദചാമി. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ഹെഡ് വാർഡനെയും 3 വാർഡന്മാരെയും അന്വേഷണ വിധേയമാക്കി സസ്പെൻഡും ചെയ്തു. ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടാക്കിയെന്ന് ജയിൽ മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്. ക്വാറന്റീൻ ബ്ലോക്ക് വഴി കറങ്ങി മതിലിനടുത്ത് എത്തിയെന്നും ജയിലിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. തുടർന്ന് തുണി ഉപയോഗിച്ച് വടമുണ്ടാക്കി അത് മതിലിന് മുകളിലെ ഫെൻസിംഗിലേക്ക് എറിയുകയായിരുന്നു. ഇതുവഴി പുറത്തേക്ക് ചാടി. പുലർച്ചെ 5 മണിയോടെയാണ് ജയിൽ അധികൃതർ മതിലിൽ തൂങ്ങിക്കിടക്കുന്ന നിലയിൽ വടം കണ്ടത്. ഇതോടെ ഓരോ സെല്ലുകളായി പരിശോധിച്ചു. ഗോവിന്ദചാമിയാണ് ചാടിയതെന്ന് സെല്ലിനടുത്തെത്തിയപ്പോൾ മാത്രമാണ് ജയിൽ അധികൃതർ തിരിച്ചറിഞ്ഞത്. ഗോവിന്ദചാമി ജയിൽ ചാടി 3 മണിക്കൂറിലധികം കഴിഞ്ഞാണ് പോലീസ് അക്കാര്യം തിരിച്ചറിഞ്ഞത്. തുടർന്ന് CCTV ദൃശ്യങ്ങളും പരിസരവും പരിശോധിച്ചു. 6 മണിയോടെ ജയിൽ ചാട്ടം സ്ഥിരീകരിച്ചു. 7 മണിയോടെ മാത്രമാണ് പോലീസ് പരിശോധന ആരംഭിച്ചതും കണ്ണൂർ പോലീസിന് വിവരം കൈമാറിയതും. ഏതായാലും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടാനുള്ള ഒരു കാരണം പറഞ്ഞത്? ഇവിടെ നല്ലൊരു ബിരിയാണി കിട്ടാനുണ്ടോ? മടുത്തു ഈ ജീവിതം എന്നാണ്. കേരളത്തെ നടുക്കിയ ഒറ്റക്കയ്യൻ ക്രിമിനൽ ജയിൽ ചാടാൻ കാരണമായത് പോലീസിനോട് പറഞ്ഞ കാരണങ്ങളാണ്. പരോളില്ലാത്ത ജയിൽവാസം ശരിക്കും മടുപ്പിച്ചുവെന്നും അതുകൊണ്ടാണ് റിസ്ക് എടുത്ത് ജയിൽ ചാടിയതെന്നുമാണ് ഗോവിന്ദചാമി പോലീസിനോട് പറഞ്ഞത്. എങ്ങനെയെങ്കിലും തമിഴ്നാട്ടിൽ പോയി ജീവിക്കുക എന്നതായിരുന്നു ലക്ഷ്യമെന്നും ചാമി വെളിപ്പെടുത്തി. 15 വർഷമായി ജയിലിൽ കിടക്കുന്നു. ബലാത്സംഗം മാത്രമാണ് ചെയ്തത്. ഒരു തവണ പോലും പരോൾ അനുവദിച്ചില്ലെന്നാണ് ഗോവിന്ദചാമി ആവശ്യങ്ങളും പരാതികളും പോലീസിന് മുന്നിൽ നിരത്തി. 3 തവണ ജയിൽ ചാടാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും പോലീസിന് നൽകിയ മൊഴിയിലുണ്ട്. 6 മാസം മാത്രമേ ജയിൽ ചാട്ടത്തിന് ശിക്ഷയുള്ളൂ എന്നതും ജയിൽ ചാടാൻ പ്രേരണയായി എന്നാണ് പ്രതി പറയുന്നത്. ഇരുമ്പഴി മുറിക്കാൻ ഉപയോഗിച്ച അരം 3 വർഷം മുമ്പ് ജയിലിലെ മരപ്പണിക്കാരുടെ പക്കൽ നിന്ന് മോഷ്ടിച്ചതാണെന്നും ഗോവിന്ദചാമി മൊഴി നൽകി. ഇത് സെല്ലിൽ സൂക്ഷിച്ചു വെക്കുകയായിരുന്നു. ഗോവിന്ദചാമി ജയിൽ ചാടിയത് 8 മാസത്തെ ആസൂത്രണത്തിനൊടുവിലാണ്. കനത്ത മഴയുള്ള രാത്രി ജയിൽ ചാട്ടത്തിന് തെരഞ്ഞെടുത്തതിൽ ഈ ആസൂത്രണമുണ്ട്. ജയിൽ ചാട്ടം സുഗമമാക്കാൻ തടി കുറയ്ക്കാനും ഇയാൾ ശ്രദ്ധിച്ചിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. വ്യാഴാഴ്ച രാത്രി സെല്ലിനുള്ളിൽ രാത്രി 1 മണി വരെ ഗോവിന്ദചാമി മൂടി പുതച്ച് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നുവെന്നാണ് വാർഡൻ പറയുന്നത്. എന്നത്തെയും പോലെ ചുവരിനോട് ചേർന്ന് തന്നെയായിരുന്നു കിടത്തം. ഇതിനിടെ 10ാം ബ്ലോക്കിലെ സെല്ലിൽ വെളിച്ചമില്ലെന്ന് പരാതി വന്നു. പിന്നാലെയാണ് വാർഡൻ സെല്ലിനടുത്തെത്തി ടോർച്ച് അടിച്ചു നോക്കുന്നത്. ഗോവിന്ദചാമി പതിവ് ശൈലിയിൽ പുതച്ചുമൂടി അവിടെ തന്നെ ഉണ്ടായിരുന്നെന്നാണ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. മുൻപ് പുറത്തു വന്നിരുന്ന ചിത്രങ്ങളിൽ കണ്ടിരുന്നതിനേക്കാൾ മെലിഞ്ഞ രൂപത്തിലാണ് ഇപ്പോൾ പിടിയിലായ ഗോവിന്ദചാമിയുടെ ദൃശ്യങ്ങൾ. ഏതാണ്ട് ഇയാൾ പകുതിയോളം ഭാരം കുറച്ചിരുന്നെന്നാണ് സൂചന. ജയിൽ ചാടാൻ വേണ്ടി ഭക്ഷണം ക്രമീകരിച്ചതിലൂടെയാണ് ഈ ശരീരപ്രകൃതിയിലേക്ക് ഗോവിന്ദചാമി എത്തിയതെന്നാണ് വിവരം. മനഃപൂർവ്വം ഭക്ഷണം ചുരുക്കിയതും ചില നേരത്ത് കഴിക്കാതിരുന്നതും ശരീരഭാരം കുറയ്ക്കുകയായിരുന്നു. കമ്പികൾക്കിടയിലൂടെ നൂഴ്ന്നിറങ്ങാനുള്ള സാധ്യത കൂടി പരിഗണിച്ചായിരുന്നു ഈ നീക്കം. ദീർഘനാളായി ചോറ് കഴിച്ചിരുന്നില്ല, പകരം ചപ്പാത്തി കഴിച്ചു. ഇതിന് ഡോക്ടറിൽ നിന്നുള്ള അനുവാദവും ലഭിച്ചിരുന്നെന്നാണ് വിവരം. തുണി ഉപയോഗിച്ചാണ് ജയിലിന്റെ 2 മതിലുകൾ ചാടിക്കടന്നത്. ഇതിനായി ജയിലിൽ പലരും ഉണക്കാനിട്ടിരുന്ന താരതമ്യേന നീളം കൂടിയ ബെഡ്ഷീറ്റുകൾ ഉൾപ്പെടെ ഇയാൾ സംഘടിപ്പിച്ചിരുന്നു. ജയിലിനകത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ആക്സോ ബ്ലേഡ് തന്ത്രത്തിൽ കൈക്കലാക്കി അതുപയോഗിച്ചാണ് താഴെ നിരത്തിലുള്ള കമ്പി അറുത്തത്. കഴിഞ്ഞ 1 മാസമായി രാത്രി ഈ കമ്പികൾ മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നത്രേ. ഇന്നലെ രാത്രിയോടെ അത് പൂർണ്ണമായി മുറിച്ചു മാറ്റിയെന്നും ജയിൽ അധികൃതർ പറയുന്നു. ഇരുമ്പ് കമ്പിയുടെ കട്ടി കുറയ്ക്കാൻ ഉപ്പ് വെച്ച് തുരുമ്പിച്ചെന്നും പറയപ്പെടുന്നു. കമ്പി വളച്ച വിടവിലൂടെ പുറത്തു ചാടാൻ മെലിഞ്ഞ ശരീരം സഹായിച്ചു. ജയിലിലെ ക്വാറന്റീൻ ബ്ലോക്ക് വഴി കറങ്ങിയാണ് ജയിൽ മതിലിനടുത്തെത്തിയത്. തുടർന്ന് ഉണക്കാനിട്ട തുണിത്തരങ്ങൾ കൂട്ടിക്കെട്ടി വടമുണ്ടാക്കി മതിൽ ചാടിക്കടന്നു. 4:15 വരെ ജയിലിനോട് ചേർന്ന ഒരു വൃക്ഷച്ചുവട്ടിൽ ഇയാൾ നിൽക്കുന്ന CCTV ദൃശ്യങ്ങളുണ്ട്. 1:15 ജയിൽ വരാന്തയിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന് CCTV ദൃശ്യങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. ജയിലിനകത്തെ 140ഓളം CCTVകൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 3 ഉദ്യോഗസ്ഥരും ഉറങ്ങിപ്പോയിരുന്നെന്നാണ് സൂചന. CCTV പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥനും കൂടി ഉറങ്ങിയതോടെ ഗോവിന്ദചാമിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. രാവിലെ 5 മണിയോടെ മതിലിന് മുകളിൽ തുണി കൊണ്ടുണ്ടാക്കിയ വടം കിടക്കുന്നത് കണ്ടതോടെയാണ് പോലീസ് സെല്ലുകൾ പരിശോധന തുടങ്ങിയത്. ആ പരിശോധനയിലാണ് ചാടിയത് ഗോവിന്ദചാമിയാണെന്ന് മനസ്സിലായത്. അപ്പോഴേക്കും സമയം ഏതാണ്ട് 6 മണിയോടടുത്തിരുന്നു. ഒരു കൈ കൊണ്ട് തുണിയിൽ പിടിച്ചും വായ കൊണ്ട് കടിച്ചു പിടിച്ചും മുകളിലേക്ക് കയറിയെന്നാണ് ഗോവിന്ദചാമി പോലീസിന് നൽകിയ മൊഴി. ഈ വിധത്തിൽ അതിശ്രമകരമായാണ് 7.5 മീറ്റർ നീളമുള്ള മതിൽ ചാടിക്കടന്നതെന്നാണ് പോലീസ് പറയുന്നത്.